ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. വീക്കെൻഡിലെ നമ്മുടെ ക്ലീനിങ് റുട്ടീനും അതുപോലെ കുക്കിങ്ങും പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ രാവിലെ താമസിച്ചാണ് കേട്ടോ നമ്മൾ എണീക്കാറ്. കാരണം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവധി ദിവസങ്ങളിലെ കുറച്ച് സമയം നമുക്ക് ഉറങ്ങാനായിട്ടൊക്കെ പറ്റുള്ളൂ. അങ്ങനെ താമസിച്ച് നമ്മൾ 3 പേരും ഒന്നിച്ചാണ് എഴുന്നേറ്റിരിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ ആദ്യം ദിനു എണീക്കും, പിന്നെ ഞാൻ എണീക്കും, പിന്നെ പാത്തു എണീക്കും. അങ്ങനെയാണ് പതിവ്. പക്ഷേ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് എണീറ്റ് വരാറ്. അപ്പോൾ എണീറ്റ് വന്ന ഉടനെ ഞാൻ ഫ്രഷായിട്ട് കട്ടൻ ചായയൊക്കെ ഒന്ന് ഇടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും രാവിലെ കട്ടൻ ചായ മതി. പാത്തു പൊതുവേ കൊച്ചിലെ തൊട്ട് പാല് കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ചായ ആയിട്ട് കൊടുത്താൽ ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കുടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലറായിട്ട് ഇവിടെ പാല് മേടിക്കാറില്ല, പാക്കറ്റ് പാല്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ കട്ടൻ കാപ്പിയും കട്ടൻ ചായയൊക്കെ ഇട്ടാണ് കുടിക്കാറ്. അപ്പോൾ എന്തായാലും കട്ടൻ ചായ ഒന്ന് ഇടുകയാണ്. എല്ലാവർക്കും കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ നോക്കാനായിട്ട്. അങ്ങനെ കട്ടൻ ചായയൊക്കെ ഇട്ട് നമുക്ക് 2 പേർക്കുള്ളത് ഒഴിച്ച് വെച്ച് എനിക്കും ദിനുവിനുള്ളത് പാത്തുവിനുള്ളത് ചൂടാറാനായിട്ട് എടുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പാത്തുവിനെ കൊണ്ടുപോയി പല്ല് തേപ്പിക്കണം. അങ്ങനെ പാത്തുവിനെ പല്ല് തേപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് പാത്തുവിൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കെട്ടിവെച്ചാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവൾ അതൊക്കെ അഴിച്ച് കളയും. ഒരു അരമണിക്കൂർ എന്തായാലും അവൾ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പോകുന്നില്ല. ഇത് സ്ഥിരമുള്ള പരിപാടിയാണ്. കെട്ടി വെക്കുമ്പോൾ അവിടെ അടങ്ങിയൊക്കെ ഇരിക്കും. എന്നിട്ട് എഴുന്നേറ്റ് പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഊരി കളഞ്ഞിട്ട് തലമുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടുകൊണ്ട് നടക്കും. എന്നാലും രാവിലെ ഇച്ചിരി വൃത്തിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തലമുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്താണ് കേട്ടോ. അങ്ങനെ തലമുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓൺലൈനിൽ കറിവേപ്പിലയും പാലക്കും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് നന്നായിട്ട് ഉപ്പുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ആകാനായിട്ട് ഒരു പേപ്പറിൽ വിരിച്ചിട്ടേക്കാണ് കേട്ടോ. എന്നിട്ട് ഫാനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാലക്ക് തോരൻ വെക്കാനായിട്ട് പാലക്കും ഓർഡർ ചെയ്തായിരുന്നു. അതും അപ്പം തന്നെ വാഷ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് വെള്ളത്തിലൊന്ന് മുക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തോരന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അത് കറിവേപ്പില ഇടുന്ന ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം കറിവേപ്പില ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ തണ്ടോട് കൂടി ഇടുന്നില്ല. തണ്ടോട് കൂടി ഇട്ടാൽ 2 ടിന്നിലാക്കേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ ഇലകൾ മാത്രം എടുത്തിട്ട് തണ്ട് മാറ്റുകയാണ്. അപ്പോൾ പാത്തു തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നപ്പോഴത്തെ കോലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ എല്ലാം നിരത്തിയിട്ടുണ്ട്. കളിക്കാനോ വേസ്റ്റിലിടാണ്ട് വേസ്റ്റ് കൊണ്ടുപോകാൻ ആള് വന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളിന്ന് പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാക്കറ്റ് പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഐഡിയുടെ. ഇതിന് മുന്നേ നമ്മൾ ആകെപ്പാടെ 1-2 തവണ ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തേക്കിന് ഇത് ഓർഡർ ചെയ്യാൻ കാരണം തലേന്ന് രാത്രിയിൽ നമ്മൾ നെയ്മീൻ വാങ്ങിച്ചിട്ട് കുറച്ചെടുത്ത് ഫിഷ് മോളി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലും കൂട്ടി ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് പൊറോട്ട നല്ലതാണ്. അപ്പോൾ അങ്ങനെ പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. അപ്പോൾ എന്തായാലും ഒരു പാക്കറ്റിൽ 5 പൊറോട്ടയാണെന്ന് തോന്നുന്നു എനിക്കതിൽ. കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് അത് കട്ടിയാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പൊറോട്ട അടിക്കുന്ന പോലെ തന്നെ ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഹാർഡാവുന്നുണ്ട്. പിന്നെ ഇത് ഫിഷ് മോളി ഞാൻ പറഞ്ഞില്ലേ തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഫിഷ് മോളിയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ പൊറോട്ട ഫിഷ് മോളി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫിഷ് മോളിയുടെ റെസിപ്പി നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലിൽ പുറകോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവധി ദിവസങ്ങളിലാണ് സമാധാനപരമായിട്ട് നമ്മൾ ഇരുന്നൊന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുന്നത്. മറ്റേ ഓരോരുത്തരൊക്കെ ധൃതി വെച്ചിട്ട് കഴിച്ചിട്ട് പോകല്ലേ. അപ്പം പറ്റുന്ന സമയങ്ങളിലൊക്കെ വീട്ടിലുള്ളവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചിങ്ങമാസം ഇങ്ങ് വന്നെത്തി. ഇനിയിപ്പോൾ ഓണക്കോടി എടുക്കാനുള്ള തിരക്കുകളിലൊക്കെ ആയിരിക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മൈനാഖ് ഓൺലൈൻ സ്റ്റോർ എന്ന പേജിൽ നിന്നും എനിക്ക് അയച്ചു തന്ന 2 കുർത്തീസ് കാണിച്ചു തരാം. മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ലേഡീസ് കുർത്തീസാണ് കേട്ടോ. റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓൺലൈൻ സ്റ്റോറാണ് കേട്ടോ മൈനാഖ് ഓൺലൈൻ സ്റ്റോർ. അപ്പോൾ അതുപോലെ തന്നെ ലേഡീസ് കുർത്തീസിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ടും കൂടെ തോന്നി കേട്ടോ. ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ ബ്രിക്ക് ഷെയ്ഡിൽ വരുന്ന
പാർട്ടി വെയർ കുർത്തിയാണ് കേട്ടോ. വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത്. അതുപോലെ യോക്ക് പോർഷനിൽ ഗോൾഡൻ കളർ സീക്വൻസും ഷുഗർ ബീഡ്സും ഒക്കെ കൊണ്ടിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവും കൂടാണ്. അതുപോലെ തന്നെ അംബ്രല്ല കട്ട് കുർത്തിയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കുർത്തി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ഓഫ് വൈറ്റ് കുർത്തിയാണ്. ഫ്ലോറൽ പ്രിൻറ്റ്സ് ആണ് ഈ ഒരു കുർത്തിയിൽ ഫുള്ളായിട്ട് വരുന്നത്. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇതും വരുന്നത്. ഈ കുർത്തിയും 3/4 സ്ലീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ കുർത്തിയിൽ വെർട്ടിക്കലി സിൽവർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഒരു കുർത്തിക്ക്. എനിക്ക് പൊതുവേ നല്ല ലെങ്ത് ഉള്ള കുർത്തീസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കുർത്തി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു മൈനാക്ക് ഓൺലൈൻ സ്റ്റോറിന് യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അവരുടെ കളക്ഷൻസ് ഒക്കെ അവർ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവരുടെ പേജിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവരുടെ കുർത്തീസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ അവർ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ സൈസ് ചോദിച്ചതിന് ശേഷം ഡെലിവറി ചെയ്യും. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തോളൂ. റേറ്റ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു ക്ലീനിങ്ങിലേക്ക് കിടന്നിട്ടുണ്ട്. അപ്പോൾ ദിനുവിന് ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് മാസ്ക് ഇട്ടിട്ടാട്ടോ ക്ലീൻ ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും തുമ്മലോ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യാറ്. അപ്പം നമ്മൾ വീക്കെൻഡിലാണ് കേട്ടോ. വീക്കെൻഡ് അല്ലെങ്കിൽ മന്ത് എൻഡ് അങ്ങനെ ഒക്കെ നോക്കിയിട്ടാണ് ഇങ്ങനത്തെ ഫാൻ ക്ലീനിങ് അതുപോലെ തന്നെ വാക്യൂം ക്ലീനർ വെച്ചിട്ടുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ സമയമുള്ളപ്പം അവധി ഏത് സമയത്താണോ കിട്ടുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ 2 പേരും കൂടിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഹെൽപ്പാണ്. നമുക്ക് ടൈം ലാഭിക്കാനും പറ്റും. അപ്പം ക്ലീൻ ചെയ്യുന്ന സമയത്ത് തലേന്ന് ഞാൻ ഷീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ പൊടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴുകാനായിട്ടുള്ള ഒരു ഷീറ്റ് എടുത്ത് അതിൻ്റെ മേളിൽ വിരിച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും ക്ലീനിങ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കഴുകാനുള്ള ഷീറ്റ് എടുത്ത് കഴുകിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ മറ്റേതിലും കൂടെ ഒക്കെ പൊടിയായിട്ട് എല്ലാം കൂടെ എടുത്തിട്ട് കഴുകേണ്ടി വരും. അപ്പോൾ അലമാരിയുടെ മേളും ഒക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ റൂമിലെ കർട്ടനൊന്നും ഊരി എടുത്തിട്ടുണ്ട്, അതൊന്ന് കഴുകണം. ഇപ്പോൾ കുറച്ചായി കർട്ടനൊക്കെ കഴുകിയിട്ട്, ഇനിയിപ്പം ഓണമൊക്കെ വരുമല്ലേ, അതുകൊണ്ട് ഓരോ റൂം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കർട്ടനൊക്കെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫാൻ എല്ലാ റൂമിലെയും ക്ലീൻ ചെയ്ത് അവസാനം ഹാളിലെ ഫാനും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദിനു ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ കുക്കിങ്ങും കൂടെ നോക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് ഫുഡ് റെഡി ആവത്തില്ല. അപ്പം ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ ദിനു ക്ലീൻ ചെയ്യും. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഈക്വലി ഷെയർ ചെയ്തിട്ട് ഡെയിലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേസമയം എന്നെപ്പോലെ വീട്ടിലിരിക്കുന്ന വൈഫും ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവധിയുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോലി ഭാരം കൂടുതലുള്ളതായിട്ട് തോന്നത്തില്ല. കാരണം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അവധി ദിവസങ്ങളിലാണെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും ഹസ്ബൻഡും വൈഫും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ പോകണം. അപ്പോൾ മാത്രമേ നമുക്ക് ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ജോലി ഭാര്യയ്ക്ക് മാത്രം, ഈ ഒരു ജോലി ഹസ്ബൻഡിന് മാത്രം, അങ്ങനെയൊന്നുമില്ല. വീട്ടിലെ എല്ലാ ജോലികളിലും എല്ലാവർക്കും ചെയ്യാം. അതുപോലെ തന്നെ ഒരു വീട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. വീട്ടിലെ എല്ലാവരും ഈക്വലായിട്ട് വിചാരിച്ച് ചെയ്താൽ മാത്രമേ ഒരു വീട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ പാലക്ക് തോരനൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദിനു ഡസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വാക്യൂം ക്ലീനർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചുക്കിലിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2-3 ആഴ്ച എടുക്കുമ്പോഴത്തേക്കും തന്നെ നല്ല രീതിയിൽ ചുക്കിലിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ചുക്കിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സോഫായിലാണെങ്കിലും ഈ ഇടഭാഗത്തൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരിക്കും. എന്നാൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ അവർ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വേസ്റ്റൊക്കെ ഇതിനിടയ്ക്ക് വന്നിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഈ വാക്യൂം ക്ലീനർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം പാലക്ക് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി കറികളും കൂടെ റെഡിയാക്കാനുണ്ട്. ഫിഷ് മോളി ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ അടുക്കള പണികൾ ഇനിയില്ല. അപ്പോൾ രസം കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പം പാലക്ക് തോരനും രസവും പിന്നെ എന്താണ്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്, ഫിഷ് മോളിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ റെസിപ്പീസ്. അപ്പോൾ ഇതിന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുക്കിംഗ് എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രസം ഏകദേശം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ അവസാനം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ രസം റെഡിയായി. പിന്നെ ഇന്നലെ ഫിഷ് മോളി ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ നെയ്മീൻ കുറച്ച് ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെളിയിൽ വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്ന് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ
രാത്രിയിൽ ഫ്രൈ ചെയ്യാനായിട്ടോ, ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം ഇപ്പം ഉച്ചക്കത്തേക്കും കൂടെ ഫിഷ് മോളി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പണിയും കൂടെ അങ്ങ് തീരും. അതുകൊണ്ട് ഞാൻ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കിച്ചണിലെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി വന്നപ്പോഴത്തേക്കും ദിനു ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. ദിനു നനയ്ക്കുന്ന കണ്ടപ്പോഴത്തേക്കും പാത്തോനും നനയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പാത്തോ നനച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെടി ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ വെള്ളം നനച്ച് കൊടുക്കാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് ചീത്തയായി പോകും ഒരുപാട് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ എൻ്റെ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം അരി ഒന്നുകൂടെ ഒന്ന് വേവാനായിട്ട് കുറച്ചുകൂടെ ഉണ്ട്. അതൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും വാർക്കാം. അപ്പം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. കിച്ചണിലാണെങ്കിലും പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ റൂമുകളാണെങ്കിലും എല്ലാം ക്ലീനാക്കി. ഈ ഒരു ബെഡ്ഷീറ്റ് മാറ്റണമായിരുന്നു ഈ ഒരു റൂമിൽ. ആ ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു. പാത്തൂനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി നേരം കാർട്ടൂൺ കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് കാർട്ടൂൺ ഇരുന്ന് കാണുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾക്കും കൂടെ കുളിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ചെടികൾ എടുത്തൊന്ന് ജസ്റ്റ് വെയിൽ കൊള്ളാനായിട്ട് വെളിയിലേക്ക് വെച്ചതാണ് കേട്ടോ. ശനിയും ഞായറും ഒക്കെയാണ് നമ്മൾ ചെടികളെയാണെങ്കിലും വെയിൽ കൊള്ളിക്കാനായിട്ട് വെളിയിലേക്ക് വെക്കാറ്. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നിട്ട് ദിനു ആണെങ്കിൽ ഇന്ന് മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. എല്ലാ വീക്കെൻഡിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. പൊതുവേ ഞാൻ അങ്ങനെ ലിസ്റ്റ് എഴുതി വെക്കാറില്ലെന്ന് മാത്രമല്ല, ഞാൻ മറന്നും പോവും ഏതൊക്കെ സാധനങ്ങളാണ് തീർന്നതെന്നും വാങ്ങാനുള്ളതെന്നും. അതുകൊണ്ട് തന്നെ ആദ്യം തൊട്ടേ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയം തൊട്ടേ ദിനു അത് നോക്കിയും കണ്ടും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോകും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓർക്കുന്ന കാര്യങ്ങൾ ദിനുവിന് പറഞ്ഞും കൊടുക്കും. ദിനുവിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടും ചോദിക്കും. അങ്ങനെ നോക്കി ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ട് പോയിട്ട് ഓരോ ആഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് നമ്മൾ മേടിക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിമാർട്ടിൽ പോയിട്ട് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്. ഡിമാർട്ടിലാകുമ്പോൾ നമുക്ക് നല്ല വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് ഫിഷ് മോളി, രസം, പാലക്ക് തോരൻ, പപ്പടം, പിന്നെ അച്ചാർ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ നല്ല കുത്തരിച്ചോറ്. നമ്മൾ വൈറ്റ് റൈസ് പൊതുവേ ഇവിടെ വാങ്ങിക്കാറില്ല. നമുക്ക് കുത്തരിച്ചോറ് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പാത്തു കാർട്ടൂൺ കാണുമായിരുന്നത് കൊണ്ട് തന്നെ ആ ടാബും കൊണ്ട് വന്നു. പക്ഷെ ഞാൻ കാണണ്ടെന്നും പറഞ്ഞിട്ട് പോസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.